വേർഡ് ടു വേൾഡ് എന്ന ഈ TV ചാനൽ കൂടി എൻ്റെ ദൈവവിളി എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. 1977 ഒക്ടോബർ 18 ഞാൻ ഈ ഭൂമിയിൽ പിറക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. എൻ്റെ പിതാവ് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നും മാതാവ് CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ദൈവത്തെ അടുത്തറിഞ്ഞ വ്യക്തികളാണ്. എന്നാൽ അവരുടെ കുടുംബജീവിതത്തിൽ ആദ്യത്തെ തലമുറയായി ജനിക്കുന്ന സമയത്ത് തന്നെ ചില രോഗത്തിൻ്റെ പീഡകൾ എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ കുടുംബത്തിൽ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മകൻ 7.5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് നട്ടൽ കൂടി പഴുപ്പ് ബാധിച്ച് മരിച്ചുപോയ ഭവനത്തിലാണ് ഞാനും ജനിക്കപ്പെടുവാനിടയായത്. ഈ 3 മാസത്തോളം പ്രായമുള്ള സമയത്ത് തന്നെ രോഗത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്നെ വേട്ടയാടുവാൻ തുടങ്ങി. അങ്ങനെ 1.5 വയസ്സ് വരെ എന്നെ ആ രോഗപീഠകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. 1.5 വയസ്സ് പ്രായമുള്ള സമയത്ത് എൻ്റെ അമ്മ എന്നെ കുളിപ്പിച്ച് ഒരു പായിൽ കിടത്തിയിട്ട് അടുക്കളപ്പണിയിലേക്ക് പ്രവേശിച്ച് അല്പസമയം കഴിഞ്ഞ് തിരികെ വന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് എൻ്റെ അമ്മ കണ്ടത്. അങ്ങനെ കരച്ചിലായി. തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. ഞാൻ മരിച്ചുപോയി എന്നുള്ള ആ സർട്ടിഫിക്കറ്റ് അദ്ദേഹം ചെയ്തു. എന്നാൽ ഈ കാര്യം അറിഞ്ഞ് തൊട്ടടുത്തുനിന്നുള്ള ചില അപ്പച്ചന്മാരും വിശ്വാസികളും കടന്നു വന്നു. എൻ്റെ അമ്മ അവരുടെ നടുവിൽ വെച്ച് ഒരു തീരുമാനം, ഒരു നേർച്ച ദൈവത്തോട് പറഞ്ഞു. ഈ പൈതലിനെ എനിക്ക് ദാനമായി തന്നാൽ ഞാനവനെ ജീവപര്യന്തം ദൈവത്തിന് വേണ്ടി ദൈവവേലയ്ക്കായി വളർത്തിക്കൊള്ളാമെന്ന് അമ്മ ദൈവത്തിൽ ഒരു നേർച്ച പറയുകയും അപ്പച്ചന്മാരും എൻ്റെ അമ്മയുടെ അപ്പച്ചനും അമ്മച്ചിയും സഹോദരങ്ങളും ഒരുമിച്ച് അവർ ദൈവത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ ആ കണ്ണുനീരും പ്രാർത്ഥനയ്ക്കും ദൈവം അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി. ഈ പ്രോഗ്രാമിൽ കൂടി നിങ്ങളോട് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എനിക്ക് അത്ഭുതമായ അവസരം ഒരുക്കി തന്നത് ആ പ്രാർത്ഥനയുടെ നിയോഗത്തിലാണ്. തുടർന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരുക്കിയ അത്ഭുതമായ മറുപടി എൻ്റെ കണ്ണുകൾ തുറന്നു, എൻ്റെ വിരലുകൾ ചലിച്ചു. അങ്ങനെ അന്ന് തൊട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഒരു നിയോഗം ദൈവം എനിക്ക് നൽകപ്പെട്ടു. എന്നാൽ ആ സമയത്ത് എൻ്റെ പിതാവ് ഭവനത്തിലില്ല. എൻ്റെ പിതാവിന് ഞാൻ ജനിച്ച 6 മാസം പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ പിതാവിന് ഒരു ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭ്യമായി. എന്നാൽ ഭവനമായി യാതൊരു ബന്ധമില്ലാതിരുന്ന ഒരു കാലഘട്ടം 6.5 വയസ്സ് വരെ എൻ്റെ പിതാവിനെ ഞാൻ മുഖാമുഖമായി കണ്ടിട്ടില്ലായിരുന്നു. 6.5 വയസ്സിൽ എൻ്റെ പിതാവിന് കുതിരവാൽ ജനിൻ ടെറ്റനസ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടുകയും അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വൈദ്യശാസ്ത്രം രക്ഷപ്പെടത്തില്ലെന്ന് വിധിയെഴുതിയ സ്ഥാനത്ത് അവിടെയും കാഞ്ഞിരംകുളം അസംബ്ലീസ് കോഡ് സഭയിലെ പ്രിയപ്പെട്ടവരും ആ ദിവസങ്ങൾ എൻ്റെ മാതാവ് ആ സഭയുമായി ബന്ധപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ആ ദൈവസഭയിലെ പ്രിയപ്പെട്ടവരും എൻ്റെ അമ്മയുടെ സഹോദരങ്ങളിൽപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഡിസംബർ പാസ്റ്റർ കുടുംബം അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുമായി ചേർന്ന് ദൈവസ്ഥലിൽ ഉപവാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാമത്തെ ദിവസം എൻ്റെ പിതാവിന് ദൈവം അത്ഭുതമായി വിടുതലും സൗഖ്യവും ദൈവം വെളിപ്പെടുത്തി. വൈദ്യശാസ്ത്രത്തിന് ഒരു ആൻറ്റിബയോട്ടിക്കിനും വിടിവിക്കുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിടത്ത് കയ്യും കാലും തോർത്തുമുണ്ടുകൊണ്ട് ഇരുമ്പ് കട്ടിൽ പിടിച്ച് കെട്ടിയിട്ടിരുന്ന സ്ഥലമായിരുന്നു. എന്നാൽ ദൈവം വളരെ അത്ഭുതമായ സൗഖ്യം എൻ്റെ പിതാവിന് പകർന്നു. അതിനുശേഷം ഞങ്ങൾ ഉരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അസംബ്ലീസ് കോഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ദാസൻ രാജനന്ദം സാറ് ആ ദേശത്തേക്ക് കടന്നു വരികയും അവിടെ ഞങ്ങളിങ്ങനെ ദൈവയുടെ മുഖത്ത് ആയിരിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരമൊരുക്കി. അവിടെ എൻ്റെ പിതാവ് ജോലി സ്ഥലത്ത് കടന്നു പോകും. അമ്മ പലപ്പോഴും ദൈവസ്ഥലിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ നാളുകൾ പലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിനകത്ത് ചില പൈശാചിക പോർവിളികൾ ഞങ്ങൾ നാൾക്കുനാൾ കണ്ടു തുടങ്ങി. അങ്ങനെ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ 13-ലധികം പ്രാവശ്യം പിതാവിൽ കൂടി ശത്രു എന്നെ കൊന്നുകളയുവാനുള്ള പരിശ്രമങ്ങൾ നടത്തി. ഒരിക്കൽ കുളത്തിൽ ചവിട്ടിത്താഴ്ത്തി ശ്വാസം മുട്ടിച്ച് എന്നെ കൊന്നുകളയുവാനുള്ള ഒരു പദ്ധതി ശത്രു ഒരുക്കി. എന്നാൽ ദൈവം അവിടെ നിന്ന് എന്നെ അത്ഭുതമായി വിടുവിച്ചു. ഒരിക്കൽ ഒരു പാറയിൽ എൻ്റെ ഇടത് കൈയും വലത് കാലും വിലങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ അടിച്ചു കൊല്ലുവാൻ, പാറയിൽ അടിച്ചു കൊല്ലുവാൻ പരിശ്രമം നടത്തി. എന്നാൽ അവിടെയും സ്വർഗത്തിലെ ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞില്ല. ഒരിക്കൽ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ അടിച്ചു കൊല്ലുവാൻ പരിശ്രമം നടത്തി. ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ച ദൈവത്തിന് ഞാൻ മഹത്വം അർപ്പിക്കുന്നതിനോടൊപ്പം ഈ വ്യക്തികൾ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. ഉരുട്ടമ്പലം അസംബ്ലീസ് കോഡ് സഭയുമായി ബന്ധപ്പെട്ടുള്ള സൈമൻ എന്ന് പറയുന്ന ആ വ്യക്തി 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ എന്നെ കൊന്നു കുഴിച്ചു മൂടുവാൻ കുഴിയെടുത്തു. തലയിൽ കമ്പി വടി കൊണ്ട് തലയിൽ പാര കൊണ്ട് അടിച്ച് എന്നെ കൊന്നിട്ട് ആ കുഴിയിലിട്ട് മൂടിക്കളയുവാനായിരുന്നു ശത്രു ഒരുക്കിയ പദ്ധതി. ആ കുഴി കണ്ട അമ്മ കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട്. എന്നാൽ ആ സമയം ആ പ്രിയ കുടുംബത്തിലേക്ക് രാത്രി ഞാൻ ഓടിക്കയറി. ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് അവരെന്നെ സംരക്ഷിക്കുകയും എൻ്റെ പിതാവ് അവിടെയും എന്നെ തേടി വന്നു. എങ്കിലും മരണത്തിന് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത ദൈവം എന്നെ അവിടെ അത്ഭുതമായി കരുതുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപയാൽ പിന്നീട് ഞാനവിടെ പഠിച്ചില്ല. അസംബ്ലീസ് കോഡ് ഉരുട്ടമ്പലം സഭയിലെ പ്രിയപ്പെട്ടവർ വന്ന് ആ കുഴി കാണുകയും എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എന്നെ നിർത്തി പഠിപ്പിക്കുന്നത് അത്ര ഉചിതമായ കാര്യമല്ല എന്നവർ ചിന്തിച്ചിട്ട് എന്നെ പഴയകടയിൽ അമ്മയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്നാൽ 9-ാം ക്ലാസ്സിൽ ഞാനവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ പിതാവ് ഭവനം വിട്ട് പോവുകയും
വീണ്ടും ഈ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ വീട്ടിലേക്ക് തിരികെ വരേണ്ട ഒരു സാഹചര്യമുണ്ടായി. അന്ന് തൊട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ മകൻ കൊത്തൻ്റെ കൈയാളായി പല ജോലികൾ ഞാൻ ആ ദേശത്ത് ചെയ്തു. ചാണകം ചുമന്നും മണൽ ചുമക്കാനും പോയിട്ടുണ്ട്. പണ്ടത്തെ വെറ്റിലക്കൊടി എന്ന് പറയുന്നത് തിരികെ എടുത്ത് പതിപ്പിക്കുന്ന ജോലികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഉപജനമാർഗത്തിൻ്റെ മേഖലയിൽ കടന്നുപോയെങ്കിലും ഞങ്ങളുടെ ദുഃഖവും ദാരിദ്ര്യവും വിശപ്പും ഒന്നും മാറിയ അന്തരീക്ഷമല്ലായിരുന്നു. എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ എൻ്റെ അമ്മ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം ഞങ്ങളെ വളരെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ എൻ്റെ പിതാവ് എന്നെ കഠിനമായി ഉപദ്രവിക്കുന്ന നാളുകളായിരുന്നതുകൊണ്ട് പലപ്പോഴും അമ്മയും ഇടയിൽ വന്ന് കയറും. ആ അടിയും ഉപദ്രവവും എല്ലാം എൻ്റെ മാതാവിനും പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം അമ്മ കിടരോഗിയായി, അരയ്ക്ക് കീഴെ ചലനമില്ലാത്ത അവസ്ഥയിലായി. ആ സമയങ്ങളിൽ ഞാനും ദൈവസന്നിധിയിൽ നിന്ന് ഏറെ അകന്നു. അതുവരെ ഞങ്ങൾ ഉരുട്ടമ്പലം അസംസോട് സഭയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്ന കുടുംബമായിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തോടു കൂടി ഞാൻ 10ാം ക്ലാസ് തോറ്റു, അമ്മ രോഗിയായി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പതിയെ ദൈവത്തിൽ അകന്നു മാറി. സിനിമ കാണുന്നതിലും മറ്റ് കൂട്ടുകാരുമായിട്ട് കളിക്കുന്നതിനും അങ്ങനെയൊക്കെ ഞാൻ സമയം കണ്ടെത്തി. ഓണാഘോഷങ്ങൾക്ക് പങ്കാളിയായി മറ്റ് എല്ലാ ആഘോഷങ്ങളിലും ഒരു ജാതികളെപ്പോലെ, ഒരു ജാതീയ മനുഷ്യനെപ്പോലെ ജീവിച്ച ഒരു കാലമാണ് ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം എന്നെ വിടുവിക്കേണ്ടതിന് ദൈവം അമ്മയിൽ കൂടിയാണ് ഒരു വഴി ഒരുക്കിയത്. അമ്മ രോഗിയായി. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങൾ പലരും അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. ദൈവദാസന്മാർ ചിലരൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്നു എങ്കിൽ തന്നെയും അവരുടെ കൂട്ടത്തൊന്നും ഞാൻ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ ഒരു സന്ധ്യാസമയം ഇവർ പ്രാർത്ഥനയ്ക്ക് വരുന്ന വേളയിൽ അവരുടെ കൂട്ടത്ത് ഒരു ദൈവദാസനെ കൂടി കൊണ്ടുവന്നു. ആ ദൈവദാസിൽ കൂടി ദൈവാത്മാവിനോട് സംസാരിച്ചു. ഉദര വയസ്സിൽ നീ മരിച്ചുപോയ വ്യക്തിയാണെന്നും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയും നിൻ്റെ മേലുണ്ടെന്ന് അവരിൽ കൂടി ദൈവാത്മാവിനോട് സംസാരിച്ചു. അന്ന് രാത്രി ഞാൻ എന്നെ തന്നെ ദൈവവേലയ്ക്കായി സമർപ്പിക്കുകയും തുടർന്ന് ദൈവാലയത്തിൽ പോകുവാനും സ്നാനമേറ്റ് അഭിഷേകത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അന്ന് കർത്താവിൻ്റെ ദാസൻ റോബിൻസൺ പാസ്റ്ററാണ് ഉരുട്ടമ്പലം AG ചർച്ചിൽ ഇരുന്നത്. പിന്നീട് അവിടെ നിന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് വിദ്യാഭ്യാസം ദൈവം ഒരുക്കി. സ്നാനപ്പെടുന്നതിന് മുമ്പേ ഞാൻ ദൈവത്തിൽ ആഗ്രഹിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം എനിക്ക് തിരികെ തരണം. 10ാം ക്ലാസ്സിൽ ഞാൻ തോറ്റു. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി രണ്ടാമത് വഴിയെങ്കിലും ആ എക്സാം എനിക്ക് പാസ്സാകുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് നിരാശയുടെ വലിയ തലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതും. എങ്കിലും സ്വർഗത്തിലെ ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ല. ഒരു കുടുംബത്തിലെ കുടുംബനാഥൻ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റി പുലർത്തുന്നത് എന്നുള്ള ആ കാര്യാദികൾ എൻ്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഞാൻ നന്നായി രുചിച്ചറിഞ്ഞ ദിവസമായിരുന്നു. കടന്നുപോയ ജീവിത പ്രതിസന്ധിയിൽ ഞാൻ ദൈവസന്നിധിയിൽ 3 വിഷയങ്ങൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. ഒന്ന്, എൻ്റെ നഷ്ടപ്പെട്ടുപോയ വിദ്യാഭ്യാസം. 2, ഞങ്ങൾക്ക് ആ ദിവസങ്ങൾ പഴയ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുവാൻ കിട്ടിയിരുന്നത്. ആ പഴയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ജീവിത നിലവാരത്തിൽ നിന്ന് ഒരു വിടുതൽ ദൈവത്തിൽ ഞാൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. 3ാമത്, എൻ്റെ പിതാവിൻ്റെ മടങ്ങിവരവ്. ഈ 3 കാര്യങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അന്ന് വന്ന ഒരു ദൈവദാസിൽ കൂടിയ ഉപവാസ പ്രാർത്ഥനയുടെ വേളയിൽ ദൈവം അത്ഭുതകരമായ ഒരു അതിശയം ആ ദൈവദാസിൽ കൂടി ദൈവാത്മാവ് എന്നോട് ഞാൻ പ്രാർത്ഥിച്ച 3 കാര്യങ്ങളും ആ ദൈവദാസിൽ കൂടി ദൈവാത്മാവ് വെളിപ്പെടുത്തി. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. സ്നാനമേറ്റ് അധികം കഴിയുന്നതിന് മുമ്പേ അമ്മയുടെ മൂത്ത ചേച്ചി കുടുംബം ഡിസംബർ പാസ്റ്റർ പ്രിയ വലിയമ്മ അവരുടെ ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ഞാനങ്ങനെ അവിടെ നിന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. ദൈവത്തിൻ്റെ കൃപയാൽ 10ാം ക്ലാസ് 300 മാർക്കിനടുപ്പിച്ച് മാർക്ക് നേടി പാസ്സാകുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. തുടർന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുവാൻ ബദനി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേർന്ന് പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. കർത്താവിൻ്റെ ദാസൻ അങ്ങനെ അവസരമൊരുക്കി തന്നു. അങ്ങനെ 4-5 ബദനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പിതാവ് ഭവനത്തിലേക്ക് മടങ്ങി വരികയും ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴി എൻ്റെ പിതാവിൽ കൂടി ശത്രു ഒരുക്കുകയും ചെയ്തു. ഒരു ഗവൺമെൻറ് ജോലി എൻ്റെ മുമ്പിൽ ഒരു ഓഫറായിട്ട് വന്നു. അപ്പോൾ എൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. ദൈവവേലയിലേക്ക് ഇറങ്ങിയാൽ പ്രതിമാസ ശമ്പളമില്ല, നല്ല വസ്ത്രമില്ല, നല്ല വീടില്ല, നല്ല ആഹാരം കഴിക്കുവാൻ കഴിയത്തില്ല എന്നിത്യാദി ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നു. എന്നാൽ മറുഭാഗത്ത് ദൈവം എൻ്റെ അമ്മയിൽ കൂടി വളരെ എന്നെ സ്നേഹിക്കുകയും അമ്മയുടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എന്നെ വളരെ സ്വാധീനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ഗവൺമെൻറ് ജോലിയുടെ കാര്യം വന്നപ്പോൾ പതിയെ എൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു. ദൈവവേല ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. അടുപ്പിച്ചടുപ്പിച്ച് 4 ആക്സിഡൻറ്റുകൾ എനിക്കുണ്ടായി. 1ാമത്തെ ആക്സിഡൻറ്റ് ശ്രീകാര്യത്ത് വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ വലത് കാലിൽ 7 സ്റ്റിച്ച്. 2ാമത്തെ ആക്സിഡൻറ്റ് പട്ടം പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ചുണ്ടായി. അന്ന് ഒരു സൂപ്പർ ഫാസ്റ്റ് അടിയിൽ നിന്ന് ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വിടുവിച്ചു. ഒരു ജനറൽ കൺവെൻഷന് വേണ്ടി നോട്ടീസ് ഒട്ടിക്കുവാൻ വേണ്ടി പോയ ഞങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു.
എതിരെ വന്ന ഒരു വാഹനം പിടിച്ച് ഒരു ബസ്സിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. എന്നാൽ ദൈവം വളരെ അതിശയകരമായി ഞങ്ങളെ വിടുവിച്ചു. മൂന്നാമത്തെ ആക്സിഡൻറ്റ് ആറാലമ്മൂട് വെച്ചാണ്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനുമായി സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ആക്സിഡൻ്റായി. എങ്കിലും അവിടെയും മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു. നാലാമത്തെ ആക്സിഡൻറ്റ് ഒരു ദൈവദാസൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്ന വേളയിൽ ആ വാഹനം ആക്സിഡൻ്റാകുകയും മ്യൂസിയം പോളിയോ ഹോമിൻ്റെ മുമ്പിൽ അകത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു അംബാസഡർ കാറ് ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച് വലത് സൈഡിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഇടത് കാലിൽ നാഡീസ്പന്ദനം നോക്കുന്ന ഞരമ്പ് ഒരു ബോൾ പോലെ വീർത്തു വരികയും ആ കാറിൽ തന്നെ ഞങ്ങളെ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ 3.5 മാസം പിന്നീട് എനിക്കത് കഠിനമായ വേദനയായി. പല ചികിത്സകൾ മാറി മാറി ചെയ്തിട്ടും സൗഖ്യം വരാത്ത നാളുകളായിരുന്നു. പല ചികിത്സകൾ ചെയ്തിട്ടും എനിക്ക് സൗഖ്യം വരാതെയിരുന്നു. ചെല്ലയനെന്ന് പറഞ്ഞ പാറോട്ടോണത്തുള്ള വൈദ്യൻ അദ്ദേഹം നോക്കി. സത്യനെന്ന് പറഞ്ഞ ചുള്ളിമാനുള്ള വൈദ്യൻ അദ്ദേഹം നോക്കി. പാറശാലയുള്ള മനീന്ദ്രാശാൻ എന്ന് പറയുന്ന അദ്ദേഹം നോക്കി. ഒടുവിൽ വഞ്ചിയൂർ ത്രിവേണി എന്ന് പറയുന്ന ആശുപത്രിയും എന്നെ ചികിത്സിച്ചുവെങ്കിലും എനിക്കൊരു സൗഖ്യവും വന്നില്ല. എന്നാൽ ആ ദിവസങ്ങൾ ദൈവവചനം വായിക്കുകയും രാത്രി കിടക്കുന്നതൊക്കെ കമിഴ്ന്നാണ് കിടക്കുന്നത്. ഇടതുകാലം എനിക്ക് നിലത്ത് ചവിട്ടുവാൻ കഴിയാത്ത വേദനയും പ്രയാസമായിരുന്നു. അപ്പോഴും ആ ദൈവാലയത്തിൽ ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അവസരമൊരുക്കി. ആ ആലയം തൂത്തു തുടച്ച് പായിടുന്നതിനും ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുന്നതിനും ദൈവദാസൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നതിനും വാഹനങ്ങൾ കഴുകുന്നതിനൊക്കെയുള്ള അവസരം ദൈവം എനിക്കവിടെ ഒരുക്കി തന്നു. അതെല്ലാം എൻ്റെ ജീവിതത്തിന് വലിയ നന്മയായി തീരുവാൻ ദൈവം കൃപയാൽ ഒരുക്കി. ആ ദിവസങ്ങളിൽ അന്ന് രാത്രി ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ അങ്ങയെ പൂർണ്ണമായി കർത്താവിൻ്റെ വചനവുമായി ദൈവത്തെ സാക്ഷീകരിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ കൃപയാൽ ആ ദിവസങ്ങൾ രാത്രി കമിഴ്ന്ന് കിടന്ന് കാലിങ്ങനെ ഒരു കട്ടലിൻ്റെ ഭാഗത്തു കൂടി ചാരി വെച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു. അതിശക്തമായ വേദന, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന എൻ്റെ കാലിൽ നിന്ന് ഉളവായിക്കൊണ്ടിരുന്നു. ഏതാണെങ്കിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ തന്നു. ദൈവം വളരെ അത്ഭുതമായി എന്നെ സൗഖ്യമാക്കി. അവിടെ നിന്ന് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുവാനുള്ള തീരുമാനമായി. അപ്പോഴേക്കും ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കട്ടക്കട ക്രിസ്ത്യൻ കോളേജ് സെൻട്രാക്കി വെച്ച് എക്സാം എഴുതി. അത് പാസ്സാകുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അതിനുശേഷം എൻ്റെ പിതാവ് പറഞ്ഞത്, ഇങ്ങനെ ദൈവവിലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഒരിക്കലും വസ്തുപരമായ ഒരു നന്മയോ ഭവനപരമായ ഒരു നന്മയോ നിനക്ക് തരുവാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞു. അതും അവഗണിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. അവിടെയും അമ്മയുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാനുള്ള ഒരു താല്പര്യം കർത്താവ് അവിടെയും എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം ബഥേൽ ബൈബിൾ കോളേജിലേക്ക് പോകുവാൻ ദൈവം അവസരമൊരുക്കി. തുടർന്ന് കെ.സി. തോമസ് പാസ്റ്ററുടെ ഫേസ് സെൻ്റർ ബൈബിൾ കോളേജിൽ പഠിക്കുവാനും ദൈവം എനിക്ക് അവസരമൊരുക്കി. ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ ബൈബിൾ കോളേജിലെ പഠനത്തിന് ശേഷം വിവിധ സ്ഥലങ്ങളിൽ ദൈവവേലയ്ക്കായി ദൈവം എന്നെ ഒരുക്കി. നാരകത്തിൻകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവേല ചെയ്തു. ശേഷം മലപ്പുറത്ത് കാളികാവിനടുത്ത് ഉദരംപോയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായി